നമസ്തേ ഇന്ത്യ, വെൽക്കം ടു ജെൻസി വോയ്സ്. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം പാൻ മസാലയെ കുറിച്ചിട്ടാണ്. ആരോഗ്യം മോശമായി മരണക്കിടക്കയിലായിരുന്നപ്പോൾ യാതൊരു കുഴപ്പവും കൂടാതെ തിരിച്ചു വരണമേ എന്ന് ഇന്ത്യയൊട്ടാകെ പ്രാർത്ഥിച്ച സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ, ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ സിനിമാ താരം കിങ് ഖാൻ അഥവാ ഷാറൂഖ് ഖാൻ, സ്വന്തം ആരോഗ്യമാണ് ഏറ്റവും വലുത് എന്ന് എല്ലാ മീഡിയയ്ക്ക് മുന്നിലും പറയുന്ന അക്ഷയ് കുമാർ, മലയാള സിനിമയുടെ റീമേക്ക് സ്റ്റാർ അജയ് ദേവ്ഗൺ തുടങ്ങി എല്ലാ താരങ്ങളും ഒരു സ്ക്രീനിൽ ഇന്ത്യയിലെ യുവാക്കളെ ആകർഷിക്കാൻ പാൻ മസാലയ്ക്ക് വേണ്ടി കുത്തിമറിഞ്ഞു. ഏതോ ഒരു ആഘോഷത്തിനിടയിൽ സ്വന്തം ആരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കുമെന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ മധുര കഷ്ണം വായിൽ വയ്ക്കാൻ പോലും സമ്മതിക്കാതിരുന്ന ഇന്ത്യൻ യുവാക്കളുടെ ഐക്കോണിക് യങ് സ്റ്റാർ ടൈഗർ ഷ്രോഫ് ഇത് വെറും 2 രൂപയ്ക്ക് വിൽക്കുന്ന പാൻ മസാലയ്ക്ക് വേണ്ടി ഇന്ത്യൻ യുവാക്കളെ ആകർഷിക്കാൻ മുന്നോട്ട് വന്നു. ഇത്തരം സൂപ്പർ താരങ്ങളുടെ കുത്തിമറയലുകൾ കണ്ടപ്പോഴാണ് എന്താണ് ഈ പാൻ മസാല കച്ചവടത്തിന് പിന്നിലെ രഹസ്യം എന്നറിയാൻ ആഗ്രഹിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ രഹസ്യത്തെക്കുറിച്ചിട്ടാണ്. എന്താണ് ഈ സൂപ്പർ താരങ്ങൾ ഒരുമിച്ചു ചേർന്ന് ഈ കുത്തിമറയലുകൾ നടത്തി ആക്ഷൻ സീക്വൻസുകൾ കാണിച്ച് ഇന്ത്യൻ യുവാക്കളെ ആകർഷിക്കുന്നതിന് പിന്നിലെ കച്ചവട താല്പര്യങ്ങൾ. ഒരു വർഷം ഇന്ത്യയിലെ പാൻ മസാലയുടെ കച്ചവടം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടാകുമെന്നാണ് നിങ്ങൾ ഊഹിക്കുന്നത്? കഴിഞ്ഞ വർഷത്തിൽ 1200 കോടി രൂപയുടെ പരസ്യമാണ് പാൻ മസാല കമ്പനികൾ ഇന്ത്യൻ യുവാക്കൾക്ക് മുന്നിൽ വെച്ചത്. ഇന്ത്യൻ യുവാക്കളുടെ ആഘോഷമായ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഉത്സവ ആഘോഷത്തിൽ 350 മുതൽ 550 കോടി രൂപയുടെ വരെ പരസ്യ ഇടപാടുകളാണ് ഈ പാൻ മസാല കമ്പനികൾ അവരുടെ പ്രൊമോഷന് വേണ്ടി ചിലവാക്കിയത്. ഇത്തരം പരസ്യങ്ങൾ, ഇവർ മുടക്കുന്ന ഈ വലിയ പരസ്യത്തുക എന്ത് തരത്തിലുള്ള വരുമാനമാണ് ഇവർക്ക് നൽകുന്നത്? ഏതാണ്ട് 50,000 കോടി രൂപയുടെ കച്ചവടമാണ് ഒരു വർഷം ഇന്ത്യയിലെ പാൻ മസാല കമ്പനികൾ നടത്തുന്നത്. ഒരു വർഷം 50,000 കോടി രൂപ മുതൽ 70,000 കോടി രൂപ വരെ നടത്തുന്ന ഈ കച്ചവടം വരുന്ന വർഷങ്ങളിൽ 1,00,000 കോടി രൂപ ടച്ച് ചെയ്യുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. പിന്നെയാണോ 1200 കോടി രൂപ ഇതിനായി മുടക്കുന്നതിൽ നഷ്ടം? അതായത് ഇന്ത്യൻ യുവതയുടെ വളർച്ചയും മസാലയുടെ ഉപയോഗവും ഒരേപോലെ വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇനി എന്താണ് ഇതിൽ സർക്കാരിന് ലാഭം? പുകയിലയും പാൻ മസാലയും ചേർത്ത് ഏതാണ്ട് 70,000 കോടി രൂപയുടെ നികുതി വരുമാനമാണ് സർക്കാരിന് ലഭിക്കുന്നത്. അവിടെ കച്ചവടക്കാർക്ക് ലാഭമാണ്, അതുകൂടാതെ സർക്കാരിന് ലാഭമാണ്. ഈ ബിസിനസ്സിൽ പാൻ മസാലയുടെ കച്ചവടത്തിനായി പരസ്യങ്ങൾ, ഈ പാൻ മസാലയുടെ കച്ചവടത്തിന് വേണ്ടി നമ്മൾക്ക് മുന്നിൽ കുത്തിമറഞ്ഞ സൂപ്പർ താരങ്ങൾ 10 മുതൽ 20 കോടി രൂപ വരെയാണ് ഒരു സൂപ്പർ താരത്തിന് പ്രതിഫലമായി നൽകിയതെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇനി ഇതിൻ്റെ ഉപഭോക്താക്കളായ ഇന്ത്യയിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ വളരുന്ന തലമുറയ്ക്ക് എന്താണ് ഇതിൻ്റെ നേട്ടം? ഏതാണ്ട് 1,20,000 ക്യാൻസർ രോഗികളെയാണ് പാൻ മസാല ഒരു വർഷം ഇന്ത്യയിൽ സൃഷ്ടിക്കുന്നത്. 13,50,000 ആളുകളെ പുകയിലയും പാൻ മസാലയും ചേർന്ന് ഇന്ത്യയിൽ ഇല്ലാതാക്കുന്നു. ഇന്ത്യയിലെ ഒരു ശരാശരി പുരുഷായുസ് എന്ന് പറയുന്നത് 70 വർഷമാണ്. ജപ്പാനിൽ 100 വർഷത്തിൽ കൂടുതൽ ജീവിക്കുന്ന, ആരോഗ്യത്തോടെ ജീവിക്കുന്ന ആളുകളുടെ സംഖ്യ വളരെ കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. 100 വയസ്സിൽ കൂടുതൽ. 150 വയസ്സ് വരെ എങ്ങനെ ജീവിക്കാം എന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന റഷ്യൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും നമ്മൾ കണ്ടതാണ്. ലോകം മുഴുവനും ആരോഗ്യപരമായി എങ്ങനെ ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 70 വയസ്സ് ശരാശരി പുരുഷായുസ്സുമായി ജീവിക്കുന്ന ഒരു ഇന്ത്യൻ ജനതയുടെ ജീവിതത്തെ കാർന്നെടുക്കുന്നതിൽ ഈ പുകയിലയ്ക്കും പാൻ മസാലയ്ക്കും വലിയ പങ്കുണ്ട്. 18% ഇന്ത്യക്കാർ ഈ പാൻ മസാല ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പാൻ മസാല വർഷങ്ങളായി ഉപയോഗിക്കുന്നവരെ നമുക്ക് വിട്ടേക്കാം.
ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ 30 വയസ്സിൽ താഴെയുള്ള യുവാക്കളോടാണ്. ഇന്ത്യയിലെ ജെൻസി തലമുറയോടാണ്. നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാൻ മസാല കമ്പനികൾ ഒരു പൊടി മധുരം വായിൽ വെക്കാൻ കൂട്ടാക്കാത്ത, സ്വന്തം ആരോഗ്യത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന, 12,000 കോടി രൂപയുടെ ആസ്തിയുള്ള ഈ സൂപ്പർ സ്റ്റാറിന് ഒന്നും പറ്റരുതേ, അദ്ദേഹം തിരിച്ചു വരണമെന്ന് ഇന്ത്യ ഒട്ടാകെ പ്രാർത്ഥിച്ച സൂപ്പർ സ്റ്റാർ, ഇത്തരം ആളുകൾ ഒരുമിച്ച് ചേർന്ന് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾ അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? നിങ്ങൾ അവരെ ഐക്കോണിക് സ്റ്റാറുകളാണ് കാണുന്നത്. എന്നാൽ അവരോ വെറും പൈസയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് മുന്നിലേക്ക് നിങ്ങളുടെ ആയുസ്സിനെ ഇല്ലാതാക്കുന്ന, നിങ്ങളുടെ ചിന്താശേഷി ഇല്ലാതാക്കുന്ന, നിങ്ങൾക്ക് ക്യാൻസറും ഏതാണ്ട് 300ഓളം അസുഖങ്ങളും, മാരകമായതും മാരണമായതുമായ അസുഖങ്ങൾ സമ്മാനിക്കുന്ന ഈ 2 രൂപ പാക്കറ്റ് വിൽക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. 2 രൂപയുടെ പാൻ മസാല വിൽക്കാനാണ് ഒരു സൂപ്പർ താരത്തിന് ഈ കമ്പനികൾ 20 കോടി രൂപ വരെ പ്രതിഫലം കൊടുക്കുന്നത്. ഒരു വർഷം 1200 കോടി രൂപ പരസ്യത്തിനായി പൊടിപൊടിക്കുന്നത്. പുതിയ തലമുറയോട്, 30 വയസ്സിൽ താഴെയുള്ളവരോട് നമസ്തേ ഇന്ത്യക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. സൂപ്പർ താരങ്ങളും ക്രിക്കറ്റ് മതമായി കാണുന്നത് കൊണ്ട് ക്രിക്കറ്റ് പോലെയുള്ള ഉത്സവാഘോഷങ്ങളിലുള്ള പരസ്യങ്ങളിലൂടെയും നിങ്ങൾ ഇവരെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വിലപേശിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, പാൻ മസാല പരസ്യങ്ങൾ, പാൻ മസാലയുടെ പരസ്യത്തിൽ അഭിനയിക്കുന്ന സൂപ്പർ താരങ്ങൾ, അത്തരം പരസ്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ക്രിക്കറ്റ് പോലെയുള്ള ഇന്ത്യയുടെ ലഹരിയായ മാമാങ്കങ്ങൾ, അവരോട് നോ പറയാൻ നിങ്ങൾക്ക് പറ്റണം. കാരണം ജീവിതം ഒരു ആഘോഷമാണ്. പക്ഷേ ആ ജീവിതത്തെ ആഘോഷിക്കാൻ അനുവദിക്കാതെ നിങ്ങളുടെ ജീവിതത്തിന് വില പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആയുസ്സിനെ കവർന്നെടുക്കുന്ന സൂപ്പർ താരങ്ങളെയും സൂപ്പർ ആഘോഷങ്ങളെയും നിങ്ങൾ വേണ്ട എന്ന് പറയുമ്പോഴാണ് നിങ്ങളുടെ ഭാവിയും, നിങ്ങൾക്ക് പുറകെ വരുന്ന യുവതലമുറയുടെ ഭാവിയും, ഈ രാജ്യത്തിന്റെ ഭാവിയും ഏറ്റവും മികച്ചതാവുകയുള്ളൂ. സിംഗപ്പൂർ, മലേഷ്യ, യൂറോപ്പ്, ഗൾഫ് കൺട്രി, ഇവിടെയെല്ലാം ഇന്ത്യക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളെ തിരിച്ചറിയുന്നത് വഴിയിൽ പാൻ മസാല തുപ്പിയിട്ടിരിക്കുന്നത് കൊണ്ടോ ഏതെങ്കിലും ഓഫീസിന്റെ ഭാഗങ്ങളിൽ പാൻ മസാല കറ തുപ്പിയിട്ടിരിക്കുന്നത് കൊണ്ടോ കണ്ടിട്ടാണ്. ഇന്ത്യക്കാരുടെ നാണം കെടുത്തുന്ന ഏറ്റവും മോശമായ പ്രവൃത്തിയാണ് പാൻ മസാല ചവച്ചു തുപ്പുന്നത്. നിങ്ങൾക്ക് ലോകത്ത് എവിടെ ടൂറിസ്റ്റ് സ്ഥലത്ത് പോകുമ്പോഴും നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ ഭാവി, നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് നിങ്ങളുടെ തീരുമാനങ്ങളാണ്. നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ ആഘോഷിക്കുന്ന ഓരോ ആളുകളും നിങ്ങളുടെ ആരോഗ്യത്തിന് വില പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന ഉൽപ്പന്നങ്ങൾ എത്രത്തോളം ഗുരുതരമാണ് എന്ന് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം ഹാൻസ് എന്ന് പറയുന്ന പാൻ മസാല കമ്പനി അവരുടെ 75ാമത്തെ വർഷം ആഘോഷിച്ചു. ഒരു വർഷം 13.5 ലക്ഷം ആളുകളെ കൊന്നൊടുക്കുന്ന, ഒരു വർഷം 1,20,000 ആളുകളെ ക്യാൻസർ രോഗികളാക്കി മാറ്റുന്ന, ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകൾക്ക് മറ്റു രോഗങ്ങൾ സമ്മാനിക്കുന്ന ഇത്തരം പാൻ മസാല കമ്പനികൾ അവരുടെ 75ാമത്തെ വർഷം ആഘോഷിക്കുമ്പോൾ നമ്മൾ രണ്ടും കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലേക്ക് വിനോദസഞ്ചാരത്തിന് വരുന്ന വിദേശികളെ കനോട്ട് പ്ലേസിലെയും പിങ്ക് സിറ്റിയിലെയും നമ്മളുടെ ദേവനഗരിയിലെയും എല്ലാം ചുവരുകൾ കാണുമ്പോൾ അവർ വെറുപ്പോടെ സംസാരിക്കുന്ന കാര്യമാണ് ഇന്ത്യക്കാരുടെ പാൻ മസാല ചവച്ച് ചുമരുകളിൽ തുപ്പിവെക്കുന്നത്, റോഡുകളിൽ ചവച്ച് തുപ്പിയെറിയുന്നത്. ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നത് ഇന്ത്യയുടെ ഭാവി, ഇന്ത്യക്കാരുടെ ഭാവി ഏറ്റവും മികച്ചതാക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. പാൻ മസാലയ്ക്ക് വേണ്ടി പരസ്യത്തിൽ അഭിനയിക്കുന്ന സിനിമാ താരങ്ങളും, പാൻ മസാല വായിലിട്ട് ചവച്ച് നടക്കുന്ന രാഷ്ട്രീയ നേതാക്കളും, ഗവർണർമാരുമുള്ള ഒരു നാട്ടിൽ അവർ എത്രത്തോളം ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിപത്ത് നിരോധിക്കാനോ നിയന്ത്രിക്കാനോ ശ്രമിക്കും? കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങി പരസ്യത്തിൽ അഭിനയിക്കുന്നവർക്ക് എന്താണ് ഇവിടുത്തെ യുവാക്കളോടുള്ള കമ്മിറ്റ്മെന്റ്? അതുകൊണ്ട് ജെൻസി തലമുറ എന്ന് പറയുന്ന 30 വയസ്സിൽ താഴെയുള്ള ഇന്ത്യൻ തലമുറയുടെ, ലോകത്തിലെ ഏറ്റവും വലിയ യുവാക്കളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യത്തിനും അവരുടെ ഭാവിക്കും ഇന്ത്യയുടെ ഭാവിക്കും വേണ്ടി ശ്രമിക്കണമെന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. പാൻ മസാല ഉപയോഗിക്കുന്നവരുടെ ചിന്താശക്തി വളരെ പുറകോട്ടായിരിക്കും.
എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചിന്താശക്തിയെ നശിപ്പിക്കുന്ന, നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഇത്തരം പാൻ മസാല കച്ചവട കൂട്ടുകെട്ടുകൾക്കെതിരെ നിങ്ങൾ തീർച്ചയായും പ്രതികരിക്കേണ്ടത് അവരുടെ പരസ്യത്തോടും അവരുടെ വിപണിയോടും നോ പറഞ്ഞിട്ടാകണം. അതുകൊണ്ട് ഉത്തിഷ്ഠത, ജാഗ്രത. നിങ്ങൾ മാത്രമാണ് തുണ.